ഹായ്, ഹലോ, നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ NCERT സീരീസിലെ ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടുന്നത്. നമുക്കറിയാം NCERT പാഠപുസ്തകത്തിൽ ജോഗ്രഫിയിൽ നിന്ന് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അതൊക്കെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്നത്തെ ഭാഗത്തിലൂടെ പരിചയപ്പെടുന്നത്? NCERT അതായത് +1 പാഠപുസ്തകത്തിലെ ഭൂപ്രകൃതി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് ഭൂപ്രകൃതി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, ഇനി ആ രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടരുത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്ര മെയിൻ കണ്ടന്റ് വെച്ചുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റീവ് രീതിയിൽ ഏതൊക്കെ രീതിയിൽ ചോദ്യം വരാം എന്ന രീതിയിലുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങൾ കണ്ടന്റ് എന്ന രീതിയിൽ ഒന്ന് എടുത്ത് പരിശോധിച്ച് പോയാലോ? ഇതാ നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതായത് ഉത്തരപർവ്വത മേഖലയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണിത്. അതായത് കോട്ടമണൽ പ്രദേശമായ കരേവകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഓക്കെ, കരേവകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി വെച്ചോളണം. അത് കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് കാശ്മീർ ഹിമാലയം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുങ്കുമപ്പ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കരേവ മണ്ണ് അല്ലെ? അപ്പൊ ആ രീതിയിൽ കരേവ മണ്ണ് കാണപ്പെടുന്ന എവിടെയാന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാ? അത് കാശ്മീർ ഹിമാലയം എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചോളണം. സിമ്പിൾ അല്ലേ കാര്യം? അതായത് ഹിമാലയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡാർജിലിംഗ് ഹിമാലയം, സിക്കിം ഹിമാലയം, കാശ്മീർ ഹിമാലയം, അരുണാചൽ ഹിമാലയം ഒക്കെ ഉണ്ട്. അതില് കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് ഏതുള്ളത്? കോട്ടമണൽ പ്രദേശം ഉള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ഇതാ ചോദ്യം ഇങ്ങനെയാണ്. ലപ്ച ഗോത്രവർഗക്കാർ ഏതാണ്? ലപ്ച 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 ഗോത്രവർഗക്കാര് അധിവസിക്കുന്ന ഹിമാലയൻ ഭൂപ്രദേശം ഏതാണ്? അരുണാചൽ ഹിമാലയം, ഡാർജിലിംഗ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, ഹിമാചൽ ഹിമാലയം, പൂർവാചൽ ഹിമാലയം. അതിൽ ആൻസർ എന്ന് പറയുന്നത് ഡാർജിലിംഗ് ഹിമാലയാണ്. ഓർത്ത് വെച്ചോളണേ. ഡാർജിലിംഗ് ഹിമാലയം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അതേപോലെ സിക്കിം ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഏത് കിടക്കുന്നത്? ഡാർജിലിംഗ് ഹിമാലയം കിടക്കുന്നത് മനസ്സിലാക്കി വെക്കുക. ഡാർജിലിംഗ് എന്നുള്ള സുഖവാസ കേന്ദ്രം എവിടെയാ? അത് വെസ്റ്റ് ബംഗാളിന്റെ ഭാഗമായിട്ടാ അല്ലെ? ആ രീതി കണക്ട് ചെയ്താൽ മതി. അവിടെയാണ് ഏത് ആദിവാസി വിഭാഗം കാണപ്പെടുന്നത്? ലപ്ച എന്ന് പറയുന്ന ആദിവാസി വിഭാഗം കാണപ്പെടുന്നത്. കിട്ടിയോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. തേയിലത്തോട്ടങ്ങളുടെ സ്ഥാപനത്തിന് അനുയോജ്യമായ ദുവാർ സങ്കേതങ്ങൾ കാണപ്പെടുന്നത് എവിടെ? അതായത് ദുവാർ ഫോർമേഷൻ എന്ന രീതിയിലുള്ള ഒരു സങ്കേതങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ രീതിയിൽ തന്നെ കാശ്മീർ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, പൂർവാചൽ കുന്നുകൾ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെ. എവിടെ? ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് ഏത് കാണപ്പെടുന്നത്? ദ്വാർ ഫോർമേഷൻസ് കാണപ്പെടുന്നത്. മറക്കരുത്, അങ്ങനെ ഒരു ചോദ്യം ഒന്ന് കിട്ടിക്കൊള്ളണം. നെക്സ്റ്റ് അടുത്തായിട്ട് ശിവാലിക്കിനും, അതായത് ശിവാലിക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാഠപുസ്തകത്തിൽ ശിവാലിക് എന്ന രീതി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മധ്യ ഹിമാലയത്തിനും ഇടയിലുള്ള ദൈർഘ്യമേറിയ തായ്വരകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അപ്പോൾ ശിവാലിക്കിനും മധ്യ ഹിമാലയത്തിനും ഇടയിലുള്ള ദൈർഘ്യമേറിയ തായ്വര, അതിന്റെ പേര് മനസ്സിലാക്കി വെച്ചോളണം. ഓപ്ഷൻസ് ഇതാണ്: കരേവ, ഡൂണ്, ഗാദർ, ബാബർ. ആൻസർ എന്ന് പറയുന്നത് ഡൂൺ ആണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഹിമാദ്രി, സിവാലിക് ഒക്കെ ഉണ്ടല്ലോ. 3 മലനിരകൾ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന രീതിയിൽ 3 മലനിരകൾ. അതിൽ സിവാലിക്കിന്റെ താഴ്ഭാഗത്തായിട്ട് നദികളുടെ ഒഴുക്ക് കാരണം തുടർച്ച നഷ്ടപ്പെടുന്ന ഭൂപ്രദേശങ്ങളില്ലേ? ആ ഭൂപ്രദേശങ്ങളെയാണ് എന്ത് വിളിക്കേണ്ടത്? ഡൂണുകൾ എന്ന് വിളിക്കേണ്ടത്. അത് ഏതിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നുണ്ട്? സിവാലിക്കിന്റെ ഭാഗമായിട്ടാണ് ഡൂണുകൾ കാണപ്പെടുന്നത് എന്ന രീതിയിൽ നമ്മൾ സാധാരണയായിട്ട് പഠിക്കാറുണ്ട്. സിവാലിക്കിന്റെ ഭാഗമായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഡൂണുകൾ കാണപ്പെടുന്നത്. അങ്ങനെ മനസ്സിലാക്കി വെച്ചോളണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ശിവാലിക്കിലും മധ്യ ഹിമാലയത്തിനും ഇടയിലുള്ള ദൈർഘ്യമേറിയ തായ്വരകൾ, അതാണ് ഡൂണുകൾ. അതായത് നദി ഇങ്ങനെ ഒഴുകുന്നത് ഉത്ഭവിച്ചു വരുന്ന ആ ഭാഗം, ഹിമാലയത്തിൽ ഹിമാദ്രി എന്നുള്ള ഭാഗം, ആ ഹിമാദ്രി എന്നുള്ള ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച നദികൾ നല്ല സ്പീഡിൽ ഒഴുകുന്നത് സിവാലിക്കിലാണ്. അവിടെ എന്തായിട്ട് മാറുന്നു? ചില പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടുള്ള പ്രദേശങ്ങളായിട്ട് ഇങ്ങനെ മാറുകയാണ്. സിവാലിക്കിലാണ് പറയുന്നത്. ആ ഒറ്റപ്പെട്ട ഭൂപ്രദേശങ്ങളെയാണ് എന്ത് വിളിക്കേണ്ടത്? ഡൂൺ എന്ന് വിളിക്കേണ്ടത്. അപ്പം ഈ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ ഏത് മനസ്സിലാക്കി വെച്ചോളണം? ഡൂൺ എന്നുള്ള തായ്വര മനസ്സിലാക്കിക്കൊള്ളണം. കിട്ടിയ മക്കളെ? നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൂൺ ഏതാണ്? ഓക്കെ, ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൂൺ ഇവിടെ ഓപ്ഷനായിട്ട് കുറേ ഡൂണുകളെ പേര് പറഞ്ഞിട്ടുണ്ട്.
അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്, ഡെറാഡൂൺ, കോഹ്ലി ഡൂൺ, പട്ലി ഡൂണ്, ചണ്ഡീഗഡ് ഡൂൺ. ആൻസർ ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൂൺ എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ് അല്ലേ. ഡെറാഡൂൺ എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് മുറിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. ഇത് രൂപം കൊണ്ടുള്ള സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അങ്ങനെ ഉത്തരാഖണ്ഡ് എന്നുള്ള സംസ്ഥാനം 2000 രൂപം കൊണ്ടിട്ടുണ്ട്. ആ 2000 രൂപം കൊണ്ട ഉത്തരാഖണ്ഡ് എന്നുള്ള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഡെറാഡൂൺ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൂൺ. കിട്ടുമല്ലോ. അടുത്ത കാര്യം, പ്രശസ്തമായ പൂക്കളുടെ തായ്വര വാലി ഓഫ് ഫ്ലവേഴ്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അപ്പൊ അവിടെ മനസ്സിലാക്കി വെക്കുക, വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ആ രീതിയിൽ പൂക്കളുടെ തായ്വര എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇത്. ആ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ആ സംസ്ഥാനമാണ് ഇത് ഉത്തരാഖണ്ഡ് എന്ന് മനസ്സിലാക്കി വെച്ചോളാം. അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അടുത്ത കാര്യം, ദിഫു ചുരത്തിന് കിഴക്ക് ഭാഗത്ത് നിന്ന് കാങ്തു, നംച പറവ പർവ്വത ശിഖിരങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയം ഏതാണ്? നമുക്കറിയാം, ഈ ദിഫു ചുരം എന്ന് പറയുന്ന ചുരമൊക്കെ മ്യാൻമാറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലേ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഈ രീതി കിടക്കുന്ന സംസ്ഥാനങ്ങളിലെ കിഴക്ക് ഭാഗത്ത് മിസോറാം, ത്രിപുര, മേഘാലയ എന്ന രീതി കിടക്കുന്ന കിഴക്ക് ഭാഗത്തുള്ള അരുണാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളില്ലേ, ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളില്ലേ. അപ്പോൾ ആ ഭാഗത്താണ് ഈ ചോദിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലേക്ക് വന്നു. അപ്പോൾ അരുണാചൽ പ്രദേശൊക്കെ ഈ ഭാഗത്ത് ഉണ്ടെന്ന് കിട്ടിക്കൊള്ളണം. അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ ഭാഗത്തുണ്ട്. അതൊരു ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ അത് കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണോ? അല്ല. സിക്കിം ഹിമാലയാണോ? ഏകദേശം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലേ. അവിടെ നിൽക്കട്ടെ. പൂർവാചലിന്റെ ഭാഗമാണോ? പൂർവാചൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള മൊത്തമുള്ള കുന്നുകളാണ് അല്ലേ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അരുണാചൽ ഹിമാലയമാണ്. ഓക്കെ. കാര്യം നമ്മുടെ ഹിമാലയത്തിനെ 4ആക്കിയിട്ടൊക്കെ തരംതിരിക്കുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് കാശ്മീർ ഹിമാലയ, അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയ, അതേപോലെ തന്നെ പഞ്ചാബ് ഹിമാലയ, ഇങ്ങനെയൊക്കെ തരംതിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തരംതിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഹിമാലയത്തിന്റെ പ്രദേശമാണ് ഇത് അരുണാചൽ ഹിമാലയം. ആ അരുണാചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗം എന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളാം. പൂർവാചൽ എന്ന് പറയുന്ന ആ ഭാഗം മൊത്തമാണ്. അതുകൊണ്ട് ആൻസർ ആയിട്ട് ഏതിനെ പരിഗണിച്ചോളണം? അരുണാചൽ ഹിമാലയം എന്ന രീതിയിൽ പരിഗണിച്ചോളണം. ക്ലിയർ ആയോ? അങ്ങനെയാണ് പാഠപുസ്തകത്തിൽ ഈ ഭാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാമെങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലോഹിത് എന്നിവ ഏത് പർവ്വത മേഖലയിലൂടെ ഒഴുകുന്ന നദിയാണ്? അപ്പൊ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ്. ദിഹാങ്, ദിബാങ്, ലോഹിത് ഈ നദികളൊക്കെ ഏത് നദികളുടെ പോഷക നദിയാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? അത് കണക്ട് ചെയ്താൽ മതി നിങ്ങൾ. യെസ്, അത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാട്ടോ. ആ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തല്ലേ ആ പ്രദേശം. അങ്ങനെയാണെങ്കിൽ ആ ഹിമാലയം കാശ്മീർ ഹിമാലയം ആയിരിക്കില്ലല്ലോ. കുമയൂൺ ഹിമാലയം ഉത്തരാഖണ്ഡായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ. അതല്ല. ഡാർജിലിംഗ് ഹിമാലയം വെസ്റ്റ് ബംഗാളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുമല്ല. അപ്പോൾ ആൻസർ ആയിട്ട് ഏത് പരിഗണിച്ചോളണം? ആ ആൻസർ എന്ന് പറയുന്നത് അരുണാചൽ ഹിമാലയ എന്ന് മനസ്സിലാക്കി വെച്ചോളണം. കിട്ടിയോ? അതായത് കൃത്യമായിട്ട് അതിന്റെ കൺസെപ്റ്റ് എന്താന്ന് നോക്കിയാൽ മതി. അതായത് ആ ഭാഗത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണിത്. അതായത് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ എന്ന് പറയുമ്പോൾ ആ ഭാഗത്തിലൂടെ ഒഴുകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആൻസർ ആയിട്ട് വരും. കിട്ടിയോ? അടുത്ത കാര്യം നോക്കാം. ഇതാ ജൂം എന്നുള്ള കൃഷി, ആ രീതിയിലുള്ള കൃഷി അഥവാ വെട്ടിപ്പുഴച്ച് കൃഷി എന്ന രീതിയിൽ അവിടെ പറയുന്നത് കേട്ടോ. വെട്ടിപ്പുഴച്ച് കൃഷി എന്ന രീതി പറയുന്നുണ്ട്. അതേപോലെ തന്നെ വെട്ടിച്ചുട്ട് കൃഷി എന്ന രീതിയിലും പറയുന്നുണ്ട് കേട്ടോ. വെട്ടിച്ചുട്ട് കൃഷി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കാം, ജൂം അഥവാ വെട്ടിപ്പുഴച്ച് കൃഷി സമ്പ്രദായം പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? ആ പർവ്വതനിര അല്ലെങ്കിൽ ആ മലനിര എന്ന് പറയുന്നത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് തന്നെയാണ്. അതായത് ഇന്ത്യയുടെ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ, അതായത് ആ ഭാഗത്തുള്ള സപ്ത സഹോദരികളിലെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ആ സപ്ത സഹോദരികളും അതേപോലെ സിക്കിം ഉൾപ്പെടുന്ന ആ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കൃഷി രീതി കാണപ്പെടുന്നത്. അതായത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വെട്ടിപ്പുഴച്ച് കൃഷി അല്ലെങ്കിൽ വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കാട് വെട്ടി തെളിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യാണ്? കൃഷി ഇറക്കുകയാണ്. ആ രീതിയിലൊരു പരമ്പരാഗത ശൈലിയാണ് അവിടെ ഉള്ളത്. ആ കൃഷി രീതിയെ വിളിക്കുന്ന പേരാണെന്ത്? ജൂം എന്ന രീതിയിൽ. ജൂം കൃഷി രീതി അഥവാ വെട്ടിച്ചുട്ട് കൃഷി രീതി സമ്പ്രദായം ഇന്ത്യയുടെ ഏത് മലനിരകൾ കാണപ്പെടുന്നുണ്ട്? വടക്ക് കിഴക്കൻ പർവ്വത നിരകൾ കാണപ്പെടുന്നുണ്ട്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം.
അടുത്ത ചോദ്യം ഇതാണ്. സുപ്രസിദ്ധമായ മൊലാസസ് തടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഏതാ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണല്ലേ. മിസോറാം ആണ് ഏത് സുപ്രസിദ്ധമായ മൊലാസസ് അല്ലെങ്കിൽ മൊളാസസ്. ഇംഗ്ലീഷ് ഏത് സമയത്ത് മൊളാസസ് എന്ന രീതിയിലൊക്കെ വായിക്കാം അല്ലേ. അപ്പം മൊളാസസ് അല്ലെങ്കിൽ മൊലാസസ് ഓക്കെ എന്ന രീതിയിലുള്ള ആ നദീതടം അല്ലെങ്കിൽ തടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അതാണ് ഏത്? മിസോറാം എന്ന് മനസ്സിലാക്കി വെച്ചോളണം. നെക്സ്റ്റ്, പൂർണ്ണമായും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നദി നിർമ്മിത തടാകമായ ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാ ചോദ്യം. ആൻസർ അറിയാവോ? യെസ്, അത് മണിപ്പൂരിലാട്ടോ. ഇന്ത്യയുടെ വടക്കിഴക്ക് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പരാമർശിച്ചു പോകുന്നത്. അപ്പം മണിപ്പൂരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കിട്ടിക്കൊള്ളണം. ഏതാ തടാകം? ലോക്തക് തടാകം. കിട്ടിയോ? നെക്സ്റ്റ്, ശിവാളിക് പർവ്വതനിരകൾക്ക് സമാന്തരമായി കാണപ്പെടുന്നതും പർവ്വതനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികൾ അപ്രത്യക്ഷമാകുന്നതുമായ കല്ലുകളും പാറക്കഷ്ണങ്ങളും നിറഞ്ഞ മേഖല ഏതാണ് എന്നാണ് ചോദ്യം. അതായത് ഇവിടെ ശിവാളിക് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് ശിവാലിക് എന്നൊക്കെയാണ് കേട്ടോ. ലീ എന്ന രീതിയിലൊക്കെയാണ് പാഠപുസ്തകത്തിൽ ലിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്, ശിവാളിക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആൻസർ ബാബറാണ്. അതായത് മനസ്സിലാക്കി വെക്കുക, ഹിമാലയം ആ പർവ്വതനിരയില് ആ ഹിമാലയത്തിൽ നിന്ന് നദികൾ ഒഴുകി വരുമ്പം ചെറിയ പാറ കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ അടിവാരത്തേക്ക് കൊണ്ടുവന്നിട്ട് നിക്ഷേപിക്കുന്നുണ്ട്. അത്തരത്തിൽ പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ ഭാഗത്തിന്റെ പേരാണെന്ത്? ബാബർ എന്ന് കിട്ടിക്കൊള്ളണം. കിട്ടിയോ? അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ പാറകളും കല്ലുകളും ചേർന്നിട്ടുള്ള ആ ഭാഗമാണ് ഏത്? അതാണ് ബാബർ എന്ന് പറയുന്ന പ്രദേശം. അപ്പൊ നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ ബാബർ മേഖല പരിചയപ്പെട്ടില്ലേ? പാറക്കല്ലുകൾ നിറഞ്ഞിട്ടുള്ള മേഖലയാണ് ബാബർ മേഖല. ബാബർ മേഖലയ്ക്ക് തെക്കായി അപ്രത്യക്ഷമായ നദികൾ, അതായത് ഈ കല്ലിന്റെ ഇടയിലൂടെ ഒക്കെ ഒഴുകുന്ന സമയത്ത് എന്ത് ചെയ്യും? നദികൾ അപ്രത്യക്ഷമാകുന്നുണ്ട്. വീണ്ടും ഉയർന്നു വന്ന് രൂപപ്പെടുന്ന ചതുപ്പ് നിലങ്ങൾ നിറഞ്ഞ മേഖല അറിയപ്പെടുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ പാറക്കഷ്ണങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തായിട്ട് ചതുപ്പ് നിലം നിറഞ്ഞൊരു പ്രദേശമാണ്. ആ ചതുപ്പ് നിലം നിറഞ്ഞ പ്രദേശം അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ അവിടെ മനസ്സിലാക്കി വെക്കാം. അതാണ് തെരായ്. അതായത് നദികൾ വീണ്ടും പുനർജനിക്കുന്ന പ്രദേശമാണ് തെരായ്, അല്ലെങ്കിൽ ഒരു പക്ഷേ ടെറായ് എന്ന രീതി കൊടുക്കട്ടോ. ടെറായ് അല്ലെങ്കിൽ തെരായ് എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചോളണം. പാഠപുസ്തകത്തിൽ തെരായ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഈ പാഠപുസ്തകത്തിൽ എന്ന് പറയാൻ കാരണം ചില വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്ന സമയത്ത്, അതായത് കറക്റ്റ് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചുകൊണ്ട്, ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിൽ തർജ്ജമ ചെയ്തിട്ടുള്ള പല ക്വസ്റ്റ്യനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷിലുള്ള പുസ്തകം മലയാളത്തിലേക്ക് മാറിയ സമയത്ത് അങ്ങനെ മാറാറുണ്ട്. പാഠപുസ്തകം അങ്ങനെയാണുള്ളത്. പാഠപുസ്തകം തന്നെ കുറേ മുമ്പ് അച്ചടിച്ച പാഠപുസ്തകങ്ങളൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണ് ആ രീതിയിലുള്ള മിസ്റ്റേക്കുകളൊക്കെ കാണുന്നത്. നെക്സ്റ്റ് അടുത്ത കാര്യം, ഉത്തര സമതലങ്ങളിലെ പഴക്കമുള്ള എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്ന പ്രദേശം എങ്ങനെ? സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. കുറച്ച് വളച്ചൊടിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ ആൻസർ എന്താണ്? അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളെ എക്കൽ മണ്ണിൽ രണ്ട് തരംതിരിവുണ്ട്. ഒന്ന് പുതിയ എക്കൽ മണ്ണ്, ഒന്ന് പഴയ എക്കൽ മണ്ണ്. ഓക്കെ, പുതിയ എക്കൽ മണ്ണിനെ വിളിക്കുന്ന പേര് കാദർ എന്നാണ് പുതിയ എക്കൽ മണ്ണിനെ വിളിക്കുന്നത്. പഴയ എക്കൽ മണ്ണാണെങ്കിൽ ബങ്കർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? പഴക്കമുള്ള എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ പ്രദേശം, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ ഏത് വരും? ബങ്കർ എന്ന് മനസ്സിലാക്കി വെച്ചോളണം. പഴക്കമുള്ളത് ബങ്കറാണ്. കിട്ടിയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തര മഹാസമുദ്രത്തിൽ വർഷം തോറും പുതുക്കപ്പെടുന്ന പുതിയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ കിട്ടിക്കൊള്ളണം. അത് ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ് ഏത്? കാദർ. ആൻസർ എന്താ? കാദർ കേട്ടോ. അടുത്ത കാര്യം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതടത്തിലാണ്? നമുക്കറിയാം, ഈ സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത്, ഇന്ത്യ ഇങ്ങനെ വരച്ചു പോവുകയാണെങ്കിൽ, ഇന്ത്യ ഈ രീതിയിൽ വരച്ചു പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ഗംഗ, ബ്രഹ്മപുത്രയൊക്കെ നിക്ഷേപിക്കുന്ന ഈ ഭാഗത്തായിട്ടൊക്കെയാണ് ആ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്ത് മനസ്സിലാക്കി വെക്കുക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്ന ആ ഗംഗാ നദിയില്ലേ, ആ ഗംഗാ നദി ഒഴുകി വരുന്ന സ്ഥലത്താണ് ആ ഡെൽറ്റ കാണപ്പെടുന്നത് അല്ലേ. ബ്രഹ്മപുത്ര നദി ഒഴുകി വരുന്ന സ്ഥലത്തും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഓപ്ഷൻ പ്രകാരം ആൻസർ ഏത് വരും? ഗംഗാ നദീതട പ്രദേശമാണ്. ആൻസർ ഗംഗാ നദീതടം. നെക്സ്റ്റ്, ഉപദ്വീപീയ
പീഠഭൂമിയുടെ ശരാശരി ഉയരം എത്രയാണ്? അപ്പോൾ ആൻസർ മനസ്സിലാക്കി വെക്കുക, ബൈ ഹാർട്ട് ചെയ്താൽ മതി. 600 to 900 മീറ്റർ ആണ് എന്തിൻ്റെ ഹൈറ്റ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ശരാശരി ഹൈറ്റ് എന്ന് മനസ്സിലാക്കി വെച്ചോളണം. ഒരു പീഠഭൂമിയുടെ ശരാശരി ഹൈറ്റ് ഒക്കെ ആ രീതിയിലാണ് വരുന്നത്. 600 to 900 മീറ്റർ. മുകൾ ഭാഗം നിരപ്പായിട്ടുള്ള ഭൂപ്രദേശമാണ് എന്ത് പറയുന്നത്? ഇതാ ഇങ്ങനെ കിടക്കുന്ന ഭൂപ്രദേശം. ഓക്കെ, 600 to 900 മീറ്റർ ഉയരം. ഓക്കെ, മുകൾ ഭാഗം നിരപ്പ് സമതലം. ആ ഭൂമിയാണ് എന്ത് വിളിക്കുന്നത്? പീഠഭൂമി. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആൻസർ 600 to 900 മീറ്റർ. നെക്സ്റ്റ്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓക്കെ, അതിൻ്റെ ആൻസർ എന്താ? നമുക്കറിയാം, നമ്മുടെ കേരളത്തിലുള്ള ആനമുടി തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ല. രണ്ടാം സ്ഥാനത്താണെങ്കിൽ അതിൻ്റെ പേര് മീശപ്പുലിമല എന്ന രീതിയിൽ വരും. നമുക്ക് ഇവിടെ ഇത് എന്ത് പഠിച്ചാൽ മതി? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനമുടി. ഉയരം എത്രയാ? ഉയരം പഠിച്ചോളെ, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2695 മീറ്റർ ആണ് അതിൻ്റെ ആൻസർ. അതായത് ഉയരം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്ത കാര്യം, പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടിയായ ദോഡാബേട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ഞാൻ പറയുന്നു, ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് 2695 മീറ്ററുള്ള ആനമുടിയാണ്. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി 2640 മീറ്റർ ഉയരമുള്ള മീശപ്പുലിമലയാണ്. മൂന്നാമത്തെ കൊടുമുടി 1868 മീറ്റർ ഉയരമുള്ള അഗസ്ത്യമലയാണ്. 3 കൊടുമുടികൾ: ആനമുടി, മീശപ്പുലിമല, അഗസ്ത്യമല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ദോഡാബേട്ട പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഉയരം കൂടിയ കൊടുമുടി എന്നല്ല പറയുക നമ്മൾ. അത് എവിടെയുള്ള കൊടുമുടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ആൻസർ. ശരിക്കും നീലഗിരിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഉയരക്രമത്തിൽ നോക്കുകയാണെങ്കിൽ 3-ാം സ്ഥാനത്താണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളണം. ഇവിടെ വരും അല്ലേ, പക്ഷേ പശ്ചിമഘട്ടത്തിന്റെ ഭാഗം എന്ന രീതി പറയേണ്ട നിങ്ങൾ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒക്കെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. PSCന്റെ ഉത്തരപ്രകാരം ആ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആൻസർ അത് നീലഗിരിയുടെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ എഴുതിക്കൊള്ളണം. PSCക്ക് അങ്ങനെ ചില ആൻസേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്തോളാം, അത് 2637 മീറ്ററുള്ള ആ ദോഡാബേട്ട നീലഗിരിയുടെ ഭാഗമാണ് എന്നുള്ള രീതിയിലൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ക്ലിയർ ആണോ? അടുത്ത കാര്യം, ക്വസ്റ്റ്യൻ ഇതാണ്: ഗാരോ ഗാസി ജയന്തിയ അല്ലെങ്കിൽ ഗാസി ഗാരോ ജയന്തിയ എന്നീ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് പീഠഭൂമിയിലാണ്? അറിയാലോ, നമ്മുടെ മൗസിൻഗ്രാം, ചിറാപുഞ്ചി പ്രദേശങ്ങളിൽ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ആ ഭാഗത്താണ്. അതായത് മേഘാലയ സംസ്ഥാനത്തിൽ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: ഈ മൗസിൻഗ്രാം എന്ന് പറയുന്ന പ്രദേശമൊക്കെ, മൗസിൻഗ്രാം, ചിറാപുഞ്ചി എന്ന് പറയുന്ന പ്രദേശമൊക്കെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശമായിട്ട് മാറാൻ കാരണം, മൗസിൻഗ്രാം, ചിറാപുഞ്ചിയൊക്കെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശമായിട്ട് മാറാൻ കാരണം എന്താ? ഈ ഗാസി ഗാരോ ജയന്തിയ കുന്നുകളുടെ സാന്നിധ്യം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ മേഘാലയ പീഠഭൂമി എന്ന് പറയുന്ന പീഠഭൂമി ഉണ്ട് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റൊരു പീഠഭൂമിയാണ് കർബി അങ്ലോങ്. അപ്പോൾ കിട്ടേണ്ട കാര്യം ഇതാണ്: ഗാസി ഗാരോ ജയന്തിയ എന്നീ കുന്നുകൾ ഏതിൻ്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്? മേഘാലയ പീഠഭൂമി. കിട്ടിയല്ലോ. ഇവിടെ ഒരു കാര്യം കൂടി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതൊരു ചോദ്യമായിട്ട് വരും കേട്ടോ. കർബി അങ്ലോങ് പീഠഭൂമി എന്നുള്ള കാര്യം അത് മേഘാലയ പീഠഭൂമിയുടെ തുടർച്ചയായിട്ടുള്ള ഒരു പീഠഭൂമിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരുപക്ഷെ ചോദ്യം വന്നാൽ മനസ്സിലായിക്കൊള്ളും. അടുത്ത കാര്യം, ഇന്ത്യൻ മരുഭൂമിയിൽ, അതായത് താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന അർദ്ധചന്ദ്രാകൃതിയിലുള്ള മണൽക്കൂനകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അപ്പം അതിൻ്റെ ഉത്തരമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭൂരൂപം എന്ന രീതിയിലാണ് ഇവിടെ ചോദ്യമുള്ളത് അല്ലേ. അതിൻ്റെ ആൻസർ എന്താ? ബർക്കൻസ് ആണ് അല്ലേ. ബർക്കനുകളാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അടുത്ത കാര്യം, ജയിൽസാൽമീറിന് അടുത്തുള്ള വുഡ് ഫോസിൽ പാർക്കിൽ കാണപ്പെടുന്ന ഫോസിലുകൾ ഏത് ഭൗമ കാലഘട്ടത്തിലെയാണ്? ജോഗ്രഫിയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിച്ചു വെക്കേണ്ട കുറച്ച് കാലഘട്ടങ്ങളാണ്: ക്രിട്ടീഷ്യസ് കാലഘട്ടം, മെസോസോയിക് കാലഘട്ടം, ജുറാസിക് കാലഘട്ടം, സിനോസോയിക് കാലഘട്ടം. ഇങ്ങനെയുള്ള കുറച്ച് കാലഘട്ടങ്ങളൊക്കെ ആലോചിച്ച് വെക്കാനുണ്ട്. അതിൽ നമ്മൾ ചോദ്യം വന്നതാണ്, ക്രിട്ടീഷ്യസ് കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട കാര്യം വന്നതാണ്. ഡെക്കാൻ ട്രാപ്പ് മേഖല രൂപം കൊണ്ട കാലഘട്ടം ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മെസോസോയിക് കാലഘട്ടമാണ്. മെസോസോയിക് കാലഘട്ടമാണ് ഏത് രൂപം കൊണ്ടിട്ടുള്ളത്? വുഡ് ഫോസിൽ പാർക്കിൽ കാണപ്പെടുന്ന ഫോസിലുകൾ ആ കാലഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ. അതേപോലെ ഡെക്കാൻ ട്രാപ്പ് മേഖല, ഡെക്കാൻ ട്രാപ്പ് മേഖല രൂപം കൊണ്ട കാലഘട്ടം ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചോളണം.
ക്രിറ്റേഷ്യസ് കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ, അല്ലെങ്കിൽ ക്രിറ്റേഷ്യസ് കാലഘട്ടം. കിട്ടിയില്ല? 23ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതാണ് പറയുന്നത്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നദി ഏതാണ്? അറിയാലോ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതാണ് ഏത്? ലൂണി നദി അല്ല. അപ്പം ആ രീതിയിൽ ആ ഭാഗത്തിലൂടെയുള്ള പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട നദികളൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നത്. ഉത്തരാഖണ്ഡയൊക്കെ മുറിച്ച് കിടക്കുന്ന ഇന്ത്യൻ നദിയാണ്. അതേപോലെ തന്നെ സബർമതി എന്ന നദി ഗുജറാത്തിലൂടെ ഒക്കെ ഒഴുകുന്ന നദിയാണ് അല്ല. അപ്പോൾ ലൂണി നദിയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, കിട്ടിക്കൊള്ളണം. അടുത്ത കാര്യം, ഗുജറാത്തിലെ കച്ച് കത്തിയവാർ തീരങ്ങൾ ഉൾപ്പെടുന്ന പശ്ചിമ തീര സമതലത്തിലെ പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് എന്ന ചോദ്യം. അപ്പോൾ നിങ്ങൾക്കറിയാം, കാൺല, മർമഗോവ, കൊച്ചി ഇതെല്ലാം ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള തീരസമതല. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തീരസമതലം, പശ്ചിമ തീരസമതലം അല്ലെ, ആ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ 3 തുറമുഖങ്ങൾ. ഉൾപ്പെടാത്ത തുറമുഖമായിട്ട് ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായിട്ട് ഏത് മനസ്സിലാക്കി വെച്ചോളണം? വിശാഖപട്ടണം. വിശാഖപട്ടണം ഏതിന്റെ ഭാഗമായിട്ടാ? പൂർവ്വ തീര സമതലത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ചോദിച്ചേക്കുന്ന കാര്യം ഇതാണ്, പശ്ചിമ തീര സമതലത്തിന്റെ തുറമുഖങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് എന്ന രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ആൻസർ അതിൻ്റെത് ആൻസർ സി ആണ്, വിശാഖപട്ടണമാണ്. നെക്സ്റ്റ്, കേരളത്തിൽ മലബാർ തീരത്ത് കായലുകളും അതോടനുബന്ധിച്ച വിനോദസഞ്ചാരവും പ്രശസ്തമാണ്. ഇവിടെ വർഷം തോറും നടക്കുന്ന പ്രശസ്തമായ വള്ളംകളി ഏത്? വർഷം തോറും നടക്കുന്ന വള്ളംകളി തന്നെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ആൻസർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, മലബാർ തീരത്ത് എന്ന രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മലബാർ തീരത്ത് കായലുകളും അതിനോടനുബന്ധിച്ച വിനോദസഞ്ചാരവും പ്രശസ്തമാണെന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വർഷം തോറും നടക്കുന്ന പ്രശസ്തമായ വള്ളംകളി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ ആയിട്ട് പാഠപുസ്തകത്തിലുള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. അതായത് പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മലബാർ തീരത്തെന്ന് പറയുമ്പം ഒരിക്കലും നമ്മുടെ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം അല്ല കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന് നമുക്ക് 3 ആയി തരംതിരിക്കാം. ഒന്ന് ഗുജറാത്ത് തീരം, നെക്സ്റ്റ് വൺ കൊങ്കൺ തീരം, അതിനുശേഷം മലബാർ തീരം. ഈ മലബാർ തീരം എന്ന് പറയുന്നത് മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് മലബാർ തീരം. ആ മലബാർ തീരം എന്ന് പറയുന്നത് കേരളം ഉൾപ്പെടുന്ന തീരപ്രദേശമാണ്. ആ കേരളം ഉൾപ്പെടുന്ന തീരപ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളി ഏത് തന്നെയാണ്? ആഗസ്റ്റ് മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ച നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി അല്ല. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചുള്ള നെഹ്റു ട്രോഫി വള്ളംകളി അല്ലെങ്കിൽ പുന്നമടക്കായലിൽ നടക്കുന്ന ആ വള്ളംകളിയാണ് എന്ത്? ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളി എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചോളണം. ആ രീതിയിലാണ് ചോദ്യം ഉള്ളത്. എല്ലാം ആ സ്ഥലത്തുള്ള വള്ളംകളി തന്നെയാണ് അല്ലേ. നെക്സ്റ്റ്, ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങൾ ആകെ എത്ര ദ്വീപുകൾ ഉൾക്കൊള്ളുന്നതാണ്? അവിടെ കിട്ടിക്കൊള്ളണം, 572 ദ്വീപുകൾ എന്നാണ് NCERT-യിലുള്ളത്. മുമ്പൊക്കെ SCERT പാഠപുസ്തകത്തിൽ 200-ന് മുകളിൽ നിന്നുണ്ടായിരുന്നു. നിലവിൽ പുതിയ SCERT പാഠപുസ്തകത്തിൽ അത് 572 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിൽ നിങ്ങൾ ആ നമ്പറിലേക്ക് പോയിക്കൊള്ളണം. 572 എന്നുള്ള നമ്പർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൻസറിലേക്ക് പോയിക്കൊള്ളണം. ആൻസർ എന്ന് പറയുന്ന 572 ദ്വീപുകൾ എന്ന് മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത കാര്യം, ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട് 36 ദ്വീപുകൾ എന്നുള്ള രീതിയിൽ. ആ 36 ആണ് ലക്ഷദ്വീപ് ദ്വീപസമൂഹത്തിൽ ഉൾപ്പെടുന്ന ആ ദ്വീപുകൾ എന്ന് പറയുന്നത്. 572 എവിടെയാ? ആൻഡമാൻ നിക്കോബാറിൽ ഉൾപ്പെടുന്ന ദ്വീപുകളാണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അടുത്ത കാര്യം, ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും വേർതിരിക്കുന്ന കടലിടുക്ക് അല്ലെങ്കിൽ ചാനൽ ഏതാണ്? മനസ്സിലാക്കി വെക്കുക. ആൻഡമാൻ നിക്കോബാറിൽ 572 ദ്വീപുകളിൽ ഒരു സെറ്റ് ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് ആൻഡമാൻ ദ്വീപുകൾ. ഒരു സെറ്റ് മുകൾ ഭാഗത്തുള്ള ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആൻഡമാൻ ദ്വീപുകൾ. താഴ്ഭാഗത്തുള്ള ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് നിക്കോബാർ ദ്വീപുകൾ. അങ്ങനെ 2 സെറ്റ് ദ്വീപുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അക്ഷാംശ സ്ഥാനമാണ് 10 ഡിഗ്രി അക്ഷാംശ രേഖ. 10 ഡിഗ്രി വടക്കൻ അക്ഷാംശമാണ്. ആ അക്ഷാംശ രേഖ ഉൾപ്പെടുന്ന ആ വഴി അല്ലെങ്കിൽ ആ പാതയാണ് അല്ലെങ്കിൽ ആ കടലിടുക്കാണ്. അതിൻ്റെ പേരാണ് 10 ഡിഗ്രി ചാനൽ അല്ലെങ്കിൽ 10 ഡിഗ്രി ചാനൽ. അക്ഷാംശ സ്ഥാനമാണ് കേട്ടോ. ശരിക്കും അക്ഷാംശ സ്ഥാനമാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പോൾ ആൻസർ എന്താ? 10 ഡിഗ്രി ചാനലാണ്. ഇതേപോലെ തന്നെ 8 ഡിഗ്രി ഇന്ത്യ മാലദ്വീപൊക്കെ വേർതിരിക്കുന്നതാണ്. 9 ഡിഗ്രി ആണെങ്കിൽ മിനിക്കോയിനെ മറ്റ് ലക്ഷദ്വീപൻ ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്നതാണ്. 10 ഡിഗ്രി ആണെങ്കിൽ അത് 10 ഡിഗ്രി ആണെങ്കിൽ ആൻഡമാനെ നിക്കോബാറിനെ തമ്മിൽ വേർതിരിക്കുന്നതൊക്കെയാണ് അല്ലേ.
നെക്സ്റ്റ് അടുത്തായിട്ട് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം എന്ന രീതിയിലുള്ള ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഇത് ബാരൻ ദ്വീപ്. അത് ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമായിട്ടാണെന്ന് അറിയാലോ. അതേപോലെ തന്നെ ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമായിട്ട് നാർക്കോണ്ടം എന്ന് പറയുന്ന ആ ദ്വീപുകളുണ്ടല്ലോ, നാർക്കോണ്ട ദ്വീപുണ്ടല്ലോ. ഓക്കെ, അതൊക്കെയാണ് നിർജീവ അഗ്നിപർവ്വതം എന്ന് മനസ്സിലാക്കി വെക്കുക. സജീവാണെങ്കിൽ അതേത്? ബാരൻ ദ്വീപ്. കിട്ടിയല്ലോ. അപ്പൊ ആൻസർ എന്താ? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത കാര്യം, പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഇന്ത്യൻ ദ്വീപ സമൂഹം ഏതാണ്? അപ്പൊ അതിന്റെ ആൻസർ ആണ് എന്ത്? ലക്ഷദ്വീപ് അല്ലേ? അപ്പൊ ആ രീതിയിൽ കോറൽ റീഫുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ലക്ഷദ്വീപിലാണ് കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ചാനലുകളില്ലേ, ഓക്കെ, അങ്ങനെ ഒരു ചാനലും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. ലക്ഷദ്വീപിലെ ദ്വീപുകളെ അമിനി ദ്വീപുകൾ എന്നും കാനന്നൂർ ദ്വീപുകൾ എന്നും രണ്ടായി വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏകദേശം 8 ഡിഗ്രിന് അടുത്താണ് അല്ലേ? അതിന്റെ മുകളിൽ ഇന്ത്യയുടെ തെക്കൻ അക്ഷാംശം 8 ഡിഗ്രിക്ക് അടുത്താണ്. അതിന്റെ മുകളിൽ 9 ഡിഗ്രി അക്ഷാംശം, 10 ഡിഗ്രി അക്ഷാംശം, 11 ഡിഗ്രി അക്ഷാംശം, ഇങ്ങനെ അക്ഷാംശ രേഖകൾ ഉണ്ടാവുമല്ലോ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത്. ആ രീതിയിൽ ഇവിടെ 11 ഡിഗ്രി അക്ഷാംശ രേഖയുടെ അടുത്താണ് 11 ഡിഗ്രി ചാനലുള്ളത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യം. ഇതാണ് 11 ഡിഗ്രി ചാനൽ താഴെയായിട്ട് ലക്ഷദ്വീപിലെ കുറച്ച് ദ്വീപുകളുണ്ട്. അതേപോലെ തന്നെ 11 ഡിഗ്രിക്ക് മുകളിലായിട്ട് ലക്ഷദ്വീപിലെ മറ്റു കുറച്ച് ദ്വീപുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ലക്ഷദ്വീപൻ ദ്വീപുകള് അമിനി ദ്വീപുകളെന്നും കാനന്നൂർ ദ്വീപുകളെന്നും രണ്ടായി വേർതിരിക്കുന്ന ചാനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 11 ഡിഗ്രി ചാനലാണ്. ഓക്കെ, 11 ഡിഗ്രി ചാനൽ എന്ന രീതിയിൽ കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അപ്പം നമ്മൾ ചെയ്ത കാര്യം ഇതാണ്. മെയിനായിട്ടും NCERT പാഠപുസ്തകത്തിന്റെ പുസ്തകത്തിൽ ഭൂപ്രകൃതി എന്നുള്ളൊരു ചാപ്റ്ററിൽ മെയിനായിട്ടും എന്തൊക്കെയാണ് കണ്ടന്റ് ഉള്ളത് അത് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയിട്ടുള്ളതാണ്. കൃത്യമായിട്ട് അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ചെണ്ണം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഇനി ആവർത്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കരുത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും കേട്ട് പിടിച്ചോളാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.